ഫീമെയിൽ സ്ക്വിർട്ടിംഗ് അല്ലെങ്കിൽ ഫീമെയിൽ എജാക്കുലേഷൻ എന്നെല്ലാം കേട്ടിട്ടുണ്ടോ? എല്ലാവർക്കും അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എന്താണ് സ്ക്വിർട്ടിംഗ്, അതെങ്ങനെയാണ് ഉണ്ടാകുന്നത്, കൂടാതെ എങ്ങനെ തന്റെ പങ്കാളിക്ക് സ്ക്വിർട്ടിംഗ് നൽകാനാകും എന്നെല്ലാം. ഇതിനെല്ലാമുള്ള ഒരു ഉത്തരമാണ് ഇന്നത്തെ വീഡിയോ. ഇഷ്ടമായാൽ ദയവായി ലൈക്ക് ബട്ടൺ അമർത്തൂ. കൂടാതെ വീഡിയോ അവസാനം വരെ കാണാനും ശ്രമിക്കൂ. എങ്ങനെ ഒരു സ്ത്രീയെ സ്ക്വിർട്ടിംഗിൽ എത്തിക്കാം എന്നതാണ് ഇന്നത്തെ വീഡിയോ. സ്ത്രീകൾക്ക് ക്ലിറ്ററൽ ഓർഗാസം ലഭിക്കുന്നതായി മിക്കവർക്കും അറിയാം. എന്നാൽ സ്ത്രീകൾക്ക് പല വ്യത്യസ്തങ്ങളായ തരത്തിൽ ഓർഗാസം അനുഭവപ്പെടാൻ കഴിയും. അതിലൊന്നാണ് സ്ക്വിർട്ടിംഗ് ഓർഗാസം. ജി സ്പോട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് ഈ സ്ക്വിർട്ടിംഗ് അല്ലെങ്കിൽ ഫീമെയിൽ ഇജാക്കുലേഷൻ സംഭവിക്കുന്നത്. ജി സ്പോട്ട് നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കപ്പെടുമ്പോൾ മൂത്രനാളിയോട് ചേർന്നുള്ള സ്കീൻസ് ഗ്ലാൻഡ് പുറപ്പെടുവിക്കുന്ന ഒരു ദ്രാവകമാണിത്. മൂത്രനാളിയിലൂടെയാണ് ഇത് പുറത്തു വരുന്നതെങ്കിലും ഇത് യഥാർത്ഥത്തിൽ യൂറിൻ അല്ല. ഇതിന് പൊതുവെ ചെറിയ വെള്ള നിറമാണുള്ളത്. കൂടാതെ യൂറിന്റെ ക്യാരക്ടറിസ്റ്റിക്സോ മണമോ ഒന്നും തന്നെ കാണാറില്ല. ഇനി നിങ്ങളുടെ പങ്കാളിയെ എങ്ങനെ സ്ക്വിർട്ടിംഗിൽ എത്തിക്കാമെന്ന് നോക്കാം. സ്റ്റെപ്പ് 1, പ്രിപ്പറേഷൻ. ആദ്യമേ സെക്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് യൂറിൻ പാസ് ചെയ്ത് ബ്ലാഡർ എംപ്റ്റി ആക്കുക. മിക്ക സ്ത്രീകൾക്കും ജി സ്പോട്ട് അല്ലെങ്കിൽ യൂറിത്രയോട് ചേർന്നുള്ള ഭാഗങ്ങൾ സ്റ്റിമുലേറ്റ് ചെയ്യുമ്പോൾ മൂത്രാശങ്ക ഉണ്ടാകാറുണ്ട്. അങ്ങനെ മൂത്രം പിടിച്ചു വെക്കാൻ ശ്രമിച്ചാൽ ഈ ടെൻഷനിൽ സ്ക്വിർട്ടിംഗ് ഇല്ലാതിരിക്കാൻ കാരണമാകും. അതാണ് സെക്സിന് മുമ്പ് യൂറിൻ പാസ് ചെയ്യാൻ പറയുന്നത്. അപ്പോൾ കൂടുതൽ റിലാക്സ്ഡ് ആയി സെക്സ് ആസ്വദിക്കാൻ കഴിയും. സെക്കൻഡ്, റീഅഷ്യൂർ. അവളിൽ സ്ക്വിർട്ടിംഗ് അനുഭവപ്പെടുത്തണമെന്ന പ്രഷർ ഉണ്ടായാൽ സ്ക്വിർട്ടിംഗ് ഓർഗാസം അനുഭവപ്പെടുന്നതിനെ അത് തടയും. അവളിൽ യാതൊരുവിധ പ്രഷറും ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. സ്ക്വിർട്ടിംഗ് ലഭിച്ചാലും ഇല്ലെങ്കിലും രണ്ടുപേർക്കും നല്ല ഒരു സെക്ഷൽ എക്സ്പീരിയൻസ് ലഭിക്കുമെന്ന് മാത്രം കരുതുക. സ്ക്വിർട്ടിംഗ് എന്ന എക്സ്പീരിയൻസ് ലഭിക്കാൻ നല്ല രീതിയിൽ റിലാക്സ്ഡ് ആയിരിക്കണം. അതുകൊണ്ട് തന്നെ അറിയാതെ യൂറിൻ പോയാലും ഒരു പ്രശ്നവും ഇല്ല എന്ന് അവളെ പറഞ്ഞു മനസ്സിലാക്കുക. തേർഡ് വൺ, അറൗസ് ഹെർ. നല്ല രീതിയിൽ ഉത്തേജനം ലഭിച്ചാൽ മാത്രമാണ് സ്ത്രീകൾക്ക് ഏത് തരത്തിലുള്ള ഓർഗാസവും അനുഭവപ്പെടാൻ കഴിയൂ. അതുകൊണ്ട് ഫോർപ്ലേ ചെയ്യുക, അഥവാ അവളുടെ ബ്രസ്റ്റ്, ഇന്നർ തൈ, ലോവർ ബെല്ലി, ക്ലിറ്റോറിസ്, വൾവ ഏരിയ എല്ലായിടത്തും തഴുകുക, ചുംബനവും നൽകുക. ക്ലിറ്റോറിസ് നല്ല രീതിയിൽ ഉത്തേജിപ്പിക്കുക. അവൾ നല്ല രീതിയിൽ ഉത്തേജനം നേടുന്നു എന്ന് തോന്നുന്നതുവരെ ഇതെല്ലാം തുടർന്നുകൊണ്ടേയിരിക്കുക. ഈ സമയം ജെനറ്റൽ ഏരിയയിലേക്കുള്ള ബ്ലഡ് ഫ്ലോ വർദ്ധിക്കും. ചെറിയ ശബ്ദങ്ങളും ശ്വാസഗതിയും മാറും. നാലാമതായി ജി സ്പോട്ട് സ്റ്റിമുലേഷൻ. നല്ല രീതിയിൽ അവൾക്ക് ഉത്തേജനം സംഭവിക്കുന്ന അവസ്ഥയിൽ ജി സ്പോട്ട് സ്റ്റിമുലേഷനിലേക്ക് കടക്കാം. ജി സ്പോട്ട് എന്ന് പറയുന്നത് വജൈനയുടെ മുകൾ ഭാഗത്തായാണ്. ഇത് കണ്ടെത്താനായി ഒരു വിരലോ അല്ലെങ്കിൽ 2 വിരലോ ഏകദേശം 2 ഇഞ്ച് അകത്തേക്ക് പ്രവേശിപ്പിക്കുക. വജൈനൽ കനാലിൽ മറ്റു സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായിരിക്കും ഇവിടെ. നമ്മുടെ വായയുടെ മുകൾ ഭാഗത്ത് വരമ്പ് പോലെ അനുഭവപ്പെടാറില്ലേ? ഏകദേശം അതിനോട് സമാനമായ രീതിയിലായിരിക്കും ഇവിടെ. പതുക്കെ അവിടെ തടവുക. വിരലുകൾ മുന്നോട്ടും പിന്നോട്ടും ചലിപ്പിക്കാം, അതല്ലെങ്കിൽ സർക്കുലർ മോഷനിൽ ചലിപ്പിക്കുക. അതുകൂടാതെ പുറത്തേക്ക് വിരൽ എടുക്കുമ്പോൾ മാത്രം ജി സ്പോട്ടിൽ പ്രഷർ കൊടുക്കുന്ന പോലെ ചലിപ്പിക്കാം. ഈ ചലനം കൂടുതലും സ്ത്രീകൾ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ഈ ഏരിയയിൽ ദ്രാവകം ഉണ്ടാകാൻ കുറച്ച് സമയം വേണ്ടിവരും. അതുകൊണ്ട് മെല്ലെ സമയമെടുത്ത് ചെയ്യുക. അഞ്ചാമതായി, കീപ് ബിൽഡിംഗ്. അവളിൽ കൂടുതൽ ഉത്തേജനമുണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ വേഗവും ജി സ്പോട്ടിലേക്കുള്ള മർദ്ദവും കൂട്ടിവരിക. ഈ സമയം തള്ളവിരൽ കൊണ്ട് ക്ലിറ്ററൽ സിമുലേഷൻ കൂടി നടത്തുക. അതായത് ജി സ്പോട്ടിൽ ഉരതുമ്പോൾ തള്ളവിരൽ ഉപയോഗിച്ച് ക്ലിറ്റോറിസ് അഥവാ യോനിയുടെ മുകൾ ഭാഗത്തായി പുറത്തേക്ക് കാണുന്ന പയർമണി പോലെയുള്ള ഭാഗം ഉരതുക. ഡ്രൈനസ് അനുഭവപ്പെട്ടാൽ ലൂബ്രിക്കന്റ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ അത് വേദനയുണ്ടാക്കും. ഇത് അവൾ നന്നായി ആസ്വദിക്കുന്നുണ്ടാവും. നല്ല രീതിയിൽ ഉത്തേജനവും ലഭിക്കും. വേഗത്തിലുള്ള ചലനങ്ങളാണ് ഇപ്പോൾ വേണ്ടത്. അപ്പോൾ ജി സ്പോട്ടിൽ അത്യാവശ്യം മർദ്ദം കൊടുക്കാം. ഇത് അവളെ കൂടുതൽ സുഖിപ്പിക്കും. അവൾക്ക് എന്തെങ്കിലും ഡിസ്കംഫർട്ട് ഉള്ളതായി തോന്നിയാൽ ചോദിക്കാൻ മടിക്കരുത്. ഈ അവസ്ഥയിൽ സ്ട്രോങ് ആയ ഒരു സ്റ്റിമുലേഷൻ അവൾക്ക് ആവശ്യമാണ്. ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക, ജി സ്പോട്ട് ഓർഗാസം വഴി സ്ക്വിർട്ടിംഗ് ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുപോലെ തന്നെ സ്ക്വിർട്ടിംഗ് ഉണ്ടായാൽ ഓർഗാസം സംഭവിച്ചു എന്നും പറയാനാവില്ല. പക്ഷേ ജി സ്പോട്ട് ഓർഗാസവും സ്ക്വിർട്ടിംഗും ആയിരിക്കണം നമ്മുടെ ലക്ഷ്യം. ഈ അവസ്ഥയിൽ അവൾക്ക് മൂത്രം പോകാൻ അനുഭവപ്പെടുന്നത് പോലെ തോന്നും. അവളുടെ സെൻസേഷൻ അനുസരിച്ച് അതിന് വിടാൻ പറയുക. മസിൽ കോൺട്രാക്ഷൻ ചെയ്യാതെ ദ്രാവകത്തെ റിലീസ് ചെയ്യാൻ പറയുക. ആറാമതായി, സ്റ്റേ കണക്റ്റഡ്. അവൾ ഓർഗാസം അനുഭവിക്കാനും സ്ക്വിർട്ടിംഗ് ചെയ്യാനും തുടങ്ങിയാൽ ചലനങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കുക. ഡീപ്പറായ ഒരു ക്ലൈമാക്സ് ലഭിക്കാൻ അവളെ ഗൈഡ് ചെയ്യുക. അവൾ നിർത്താൻ ആവശ്യപ്പെടുന്നതുവരെ അത് തുടരുക. നിങ്ങളുടെ സെക്സ് സ്ക്വിർട്ടിംഗ് കൊണ്ട് നിർത്തണം എന്നില്ല. നിങ്ങൾക്ക് അവളുമായി ഇന്റർകോഴ്സ് നടത്താം. സ്ത്രീകൾക്ക് മൾട്ടിപ്പിൾ ഓർഗാസം നേടാൻ കഴിയും. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ബട്ടൺ അമർത്തും.